നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കുഞ്ഞിന്റെ അമ്മയുടെ പെർമിഷൻ ഇല്ലാതെ നിങ്ങൾ ചോറൂണ് നടത്തൂ. എങ്കിൽ അതൊന്ന് കാണണമല്ലോ. കുഞ്ഞിന് പാല് കൊടുക്കാതിരുന്നാൽ കുട്ടിയെ കിട്ടിയേ തീരുമെന്നുള്ള അവളുടെ വാശിയില്ലേ, അത് നടക്കാനും പോകുന്നില്ല. ഇനിയും നീ കുത്തിത്തിരിപ്പും വേലവെപ്പും തുടർന്ന നിനക്ക് എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്ക് പോലും പറയാൻ പറ്റില്ല. ബാറിലിപ്പോ മണിയടിയും തുടങ്ങി. ബാറല്ലേ, പിന്നെ എവിടെ നിന്നായി മണിയടി? അത് ശരി, ഫോണല്ലേ. പറയാളിയ. ഹലോ, പറയാളിയ. വൈശാഖേ, ഇത് ഞാനാ. ഈ ഞാനെന്ന് വെച്ചാ ഏതളിയനാ? ഞാൻ നിന്റെ മൈഥിലിയാ. ഓ, മൈ ഡാർലിംഗ് മൈഥിലി, മൈ ലവ്, മൈ ലില്ലി. പറയൂ ഡിയർ, ഞാൻ എന്തു വേണം? എടാ, ഇവിടുത്തെ കാര്യങ്ങളെല്ലാം തകർന്നിരിക്കുക. തകർന്നോ? എന്ത് തകർന്നു? എടാ, ആ വാഴപ്പാടി ഉണക്ക നമ്പൂരി തകിടം മറിച്ചു കളഞ്ഞു. ഈ തട്ടിന്റെ മുകളിൽ നിന്നാണോ അയാളെ തകിടം പറിച്ചത്? അങ്ങനെ തകിടം പറഞ്ഞപ്പോ അയാൾക്ക് എന്തെങ്കിലും പറ്റിയോ? എടാ, കാര്യം പറയുമ്പോ തമാശക്കല്ലേ. എടാ വൈശാഖേ, ആ 21 ദിവസത്തെ ആചാരം മുടങ്ങിയെന്ന്. 21 ദിവസത്തെ എന്താ ആചാരം? ഓ, കള്ളു കുടിച്ചു കുടിച്ച് നിന്റെ സെൻസ് ഒക്കെ പോയോ? എടാ, 21 ദിവസം ഞാനും കാർത്തിയും കൂടി ഒരു ബെഡ്റൂം പങ്കിടണോന്നാ. നിർത്തേ. അപ്പൊ അവനോടൊപ്പം ഒരുമിച്ച് താമസിക്കാനുള്ള അവസരം നഷ്ടപ്പെട്ടതിനാണല്ലേടി നീ എന്നെ വിളിച്ചു പറയുന്നത്? വൈശാഖേ, മിണ്ടരുത് നീ. അപ്പോ നീ ഇത്രയും നാളും എന്നെ വഞ്ചിക്കുകയായിരുന്നല്ലേടി? സ്ത്രീകൾ ചതിക്കൂന്ന് എന്റെ പല സുഹൃത്തുക്കളും പറഞ്ഞതാ. എന്നിട്ടും ഞാൻ നിന്നെ വിശ്വസിച്ചു. നീ എന്നെ... വൈശാഖേ, എന്താടാ വൈശാഖ ഇങ്ങനൊക്കെ? ചിരിച്ചുകൊണ്ട് കരുത്തിറക്കുന്നവളെ, നീ എന്നോടൊന്നും പറയണ്ട. നിന്നെ എനിക്കിനി കാണണ്ട. നീ പോയിസണാ, പോയിസൺ. നീ മേലാൽ എന്റെ പരിസരത്ത് പോലും വന്നു പോരുത്, ദുഷ്ടമൃഗം. സെൻട്രൽ ജയിലിൽ ആകെ തകർന്നതുപോലെ അമ്മ. ഞാനും മുത്തശ്ശിയും മുത്തശ്ശനും എല്ലാം അതേ ദുഃഖത്തില. മീനാക്ഷി പറയുന്ന കേട്ടാ തോന്നും വല്യമ്മാവന്റെ കാര്യത്തിൽ എനിക്കൊരു വിഷമവുമില്ലാന്ന്. എന്ന് ഞാൻ പറഞ്ഞില്ല. ഈ അവസ്ഥയില് എങ്ങനെ കുഞ്ഞിന്റെ ചോറൂണ് നടത്തുമെന്ന് ഞാൻ ചോദിക്കുന്നുള്ളൂ. അങ്ങനെയൊന്നും പറയല്ലേ മീനാക്ഷി. വല്യമ്മാവൻ നിരപരാധിയാ. താമസിക്കാതെ ജാമ്യം കിട്ടും. ആ കാര്യം പറഞ്ഞ് ഇനി ചോറൂണ് നീട്ടാൻ പറ്റില്ല. ദേ നോക്ക്, നാളെ തന്നെ ചോറൂണ് നടത്തണം.
തന്നെ കുഞ്ഞിന് ചോറൂണ് നടത്തിയില്ലെങ്കിൽ തറവാടിന് മേൽ നിത്യശാപം വന്ന് പതിക്കുമെന്നല്ലേ ആ തിരുമേനി പറഞ്ഞത്? അതുകൊണ്ട് കുഞ്ഞിന്റെ ചോറൂണിന് മാറ്റം വരുത്തണ്ട. നേരത്തെ തീരുമാനിച്ചതുപോലെ തന്നെ നാളെ ആറ്റുകാൽ അമ്പലത്തിൽ വെച്ച് നമുക്ക് ചോറൂണ് നടത്തിയേ പറ്റൂ. കുഞ്ഞിന് ചോറ് കൊടുത്താൽ പിന്നെ ആ മൈഥിലിയെ ഡിപ്പെൻഡ് ചെയ്യണ്ട. ആ ശല്യം ഒഴിവായി കിട്ടുകയും ചെയ്യും. കുഞ്ഞിന്റെ അമ്മയുടെ പെർമിഷൻ ഇല്ലാതെ നിങ്ങൾ ചോറൂണ് നടത്തൂ? എങ്കിൽ അതൊന്ന് കാണണമല്ലോ. കുഞ്ഞിന് പാല് കൊടുക്കാതിരുന്നാൽ കുട്ടിയെ കിട്ടിയേ തീരുമെന്നുള്ള അവളുടെ വാശിയില്ലേ, അത് നടക്കാനും പോകുന്നില്ല. കുഞ്ഞിന്റെ കാര്യത്തില് ഇനി അവള് കടുത്ത തീരുമാനമെടുത്ത ഞാനെന്റെ പോലീസ് മുറ പ്രയോഗിക്കും. അതേ രക്ഷയുള്ളൂ. പോലീസ് മുറ പ്രയോഗിക്കാൻ നീ ഇങ്ങോട്ട് വാ, ഞാൻ കാണിച്ചു തരാം. എന്റെ മീനാക്ഷി വിഷമിക്കാതെ. ഇങ്ങനെ കരയരുത്. എന്റെ മീനാക്ഷിയുടെ സങ്കടം എന്റെ സങ്കടം കൂടിയാ. മീനാക്ഷി, നീ കരയരുത്. എന്റെ മീനാക്ഷി കരയുന്നത് കണ്ടു നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. മീനാക്ഷി, കരയല്ലേ. അത് ശരി, പ്രതീക്ഷിച്ചതുപോലെ മനോരോഗി എത്തി. എന്തുപറ്റി? പേടിപ്പിച്ച ചില ചാവാലി പട്ടികള് സ്റ്റെപ്പ് കയറിയും വരും. വാതിലടക്കട്ടെ. അവളെന്നെ കണ്ടു. അടിക്കുന്നതിന് പകരം ആ വാതിലടച്ചത്. രാത്രികാലങ്ങളിൽ ചില തെരുവ് നായ്ക്കൾക്ക് ഉറക്കവുമില്ല. ഇങ്ങനെ കഴുത്ത് ഞെക്കിപ്പിടിക്കും. ഒച്ച പുറത്തേക്ക് കേൾപ്പിക്കാതെ നിന്നെ ഞാൻ പച്ചയ്ക്ക് കൊല്ലും. മനസ്സിലായോടി? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.